ഫാക്സ് ബിഹൈൻഡ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ടയർ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നാണ്. ടയറുകൾ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഉപകാരപ്രദമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. വർഷാവർഷം ഏകദേശം 1 ലക്ഷം കോടിയോളം ടയറുകളാണ് നിർമ്മിക്കപ്പെടുന്നത്. ലോകത്താകമാനം ഏകദേശം 455ഓളം ടയർ ഫാക്ടറികളാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ടയർ നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഏകദേശം 20ഓളം വിവിധ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നാം കാണുന്ന ടയറുകൾ നിർമ്മിക്കപ്പെടുന്നത്. ടയറുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അനുസരിച്ച് അതിൻ്റെ നിർമ്മാണ വസ്തുക്കളും മാറും. അതായത് വിമാനത്തിൻ്റെ ടയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല ഫോർമുല 1 കാറുകളുടെ ടയറിൻ്റെയോ സാധാരണ കാർ ടയറിൻ്റെയോ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്ന് സാരം. സാധാരണ കാറുകളുടെ ടയർ നിർമ്മാണത്തിന് നാച്ചുറൽ റബ്ബർ, സ്റ്റൈറിൻ ബ്യൂട്ടാഡിൻ കോ പോളിമർ SBR എന്ന സിന്തറ്റിക് റബ്ബർ, പോളി ബ്യൂട്ടാഡിൻ, ഹാലോബ്യൂട്ടൈൽ റബ്ബർ, കാർബൺ ബ്ലാക്ക്, പിഗ്മെൻറ്റ്, സിൽക്ക, സൾഫർ, ആൻറ്റി ഓക്സിഡൻറ്റ്, ക്യൂറിംഗ് ഏജൻസ്, ഓയിൽ, ഫില്ലർ മെറ്റീരിയൽ എന്നിവയെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഈ വസ്തുക്കൾ വിവിധ അളവുകളിൽ എടുത്ത് വലിയ ബ്ലെൻഡിംഗ് മെഷീനിൽ ഇട്ട് ഉയർന്ന മർദ്ദത്തിൻ്റെ സഹായത്തോടെ കുഴച്ച് ഷീറ്റ് പരുവത്തിലാക്കുന്നു. ഇനി നമുക്ക് ടയർ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടയർ നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ അതിലുപയോഗിക്കുന്ന വിവിധ പാളികൾ നേരത്തെ തന്നെ നിർമ്മിക്കുന്നു. ആദ്യമായി നൈലോൺ ത്രെഡുകൾ ഉപയോഗിച്ചുള്ള റബ്ബർ ഷീറ്റുകൾ നിർമ്മിക്കുന്നു. അതേപോലെ തന്നെ ഷീറ്റ് വയറുകൾ വച്ചുള്ള റബ്ബർ ഷീറ്റുകളും മറ്റൊരിടത്ത് നിർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സ്റ്റീൽ വയറുകൾ വച്ച് സ്റ്റീൽ ബീഡുകൾ ഉണ്ടാക്കുന്നു. കൂടാതെ ടയറിൻ്റെ ഏറ്റവും ഔട്ടർ ലെയർ ആയ ട്രെഡ് പോർഷൻ ഉള്ള റബ്ബർ ഷീറ്റ് കളർ കോഡിങ്ങിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്നു. ഈ കളർ കോഡിംഗ് ഉപയോഗിച്ചാണ് ടയറിൻ്റെ മാനുഫാക്ചറിങ്ങിനായി ഉപയോഗിച്ച വസ്തുക്കളെ തിരിച്ചറിയുന്നത്. ഇനിയാണ് ടയർ നിർമ്മാണം തുടങ്ങുന്നത്. ഇതിനായി ഒരു ടയർ ബിൽഡിംഗ് ഡ്രമ്മിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നു. ആദ്യമായി രണ്ടറ്റത്തും ബീഡ് ട്യൂബുകൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. പിന്നീട് ഒരു എയർ ടൈറ്റായ റബ്ബർ ഷീറ്റ് അതിനു മുകളിൽ ചുറ്റുന്നു. തുടർന്ന് അതിനു മുകളിലേക്ക് നൈലോൺ കോഡഡ് റബ്ബർ ഷീറ്റുകൾ ചുറ്റുന്നു. രണ്ട് വശങ്ങളിലുമുള്ള ആവശ്യത്തിൽ കൂടുതലുള്ള റബ്ബർ ഷീറ്റിനെ മുറിച്ചു മാറ്റുന്നു. ശേഷമുള്ള റബ്ബർ ഷീറ്റിനെ സൈഡ് വാളുകൾ ഒരു റോളർ ഉപയോഗിച്ച് ബീഡിൻ്റെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്നു. ഇങ്ങനെയാണ് ടയറിൻ്റെ ഉള്ളിലെ പാർട്ട് നിർമ്മിക്കുന്നത്. പുറത്തുള്ള ലെയർ മറ്റൊരു ഭാഗത്ത് സെപ്പറേറ്റ് ആയാണ് നിർമ്മിക്കുന്നത്. അതിനായി ആദ്യം തന്നെ സ്റ്റീൽ വയർ ഉള്ളിൽ വച്ച റബ്ബർ ഷീറ്റ് സെക്കൻഡ് റബ്ബർ ബിൽഡിംഗ് ഡ്രമ്മിലേക്ക് വച്ച് ചുറ്റുന്നു. അതിനു ചുറ്റും മറ്റൊരു റബ്ബർ പ്ലൈ സ്ട്രിപ്പ് കൂടി ചുറ്റുന്നു. അതിൻ്റെ പുറത്തായി നേരത്തെ നിർമ്മിച്ച കളർ കോഡ് ഉള്ള റബ്ബർ ലെയർ കൂടി ചുറ്റുന്നു. അതിനുശേഷം നേരത്തെ നിർമ്മിച്ച ഇന്നർ പാർട്ട് ഇപ്പോൾ നിർമ്മിച്ച ഔട്ടർ പാർട്ടിനോടുകൂടി ചേർക്കുന്ന ജോലിയാണ്. ആദ്യം നിർമ്മിച്ച ഇന്നർ പാർട്ടിന് മുകളിലേക്ക് ഇപ്പോൾ നിർമ്മിച്ച ഔട്ടർ പാർട്ട് വച്ചതിന് ശേഷം ഉള്ളിലുള്ള പാർട്ടിനെ കംപ്രസ് ചെയ്ത് വലുതാക്കി ഷേപ്പിൽ ആക്കി യോജിപ്പിക്കുന്നു. ഔട്ടർ പാർട്ടിൻ്റെ എഡ്ജുകൾ മടക്കി ഇന്നർ പാർട്ടിൻ്റെ സൈഡിലേക്ക് യോജിപ്പിക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന ടയറിനെ ഫാക്ടറിയിൽ പറയുന്ന പേരാണ് ഗ്രീൻ ടയർ എന്ന്. പിന്നീട് ഈ ഗ്രീൻ ടയറിനെ ഷേപ്പിലേക്ക് വരുത്തുന്നതിനായി ഒരു മോൾഡിലേക്ക് വയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടയറിൻ്റെ പുറം ഭാഗത്ത് വിവിധ ഷേപ്പിലുള്ള ട്രെഡുകൾ ഉണ്ടാകുന്നതും ടയറിൻ്റെ വശങ്ങളിൽ വിവിധ അടയാളങ്ങളും അക്ഷരങ്ങളും ഉണ്ടാക്കുന്നതും ചെയ്യും. തുടർന്ന് ഈ ടയറിനെ അവസാനവട്ട ഇൻസ്പെക്ഷനായി വിടുന്നു.
ആദ്യമായി വിഷ്വൽ ഇൻസ്പെക്ഷനാണ് നടത്തുന്നത്. തുടർന്ന് ഇവ ഒരു എക്സ്റേ മെഷീനിലൂടെ കടത്തിവിട്ട് ടയറിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യുന്നു. എല്ലാ ചെക്കിങ്ങിനും ശേഷം ടയർ മാർക്കറ്റിലേക്ക് വിടുന്നു. ഇങ്ങനെയാണ് ടയറുകൾ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത വീഡിയോയ്ക്ക് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.